നമസ്കാരം. പ്രധാന വാർത്തകൾ. വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഭക്ഷണത്തിൽ പ്രാണികൾ. ഭക്ഷണ വിതരണ ഏജൻസിക്ക് 1.5 ലക്ഷം രൂപ പിഴ. വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രക്കാർക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പ്രാണികളെ കണ്ടെത്തിയ സംഭവത്തിൽ ഭക്ഷണ വിതരണ ഏജൻസിക്ക് 1.5 ലക്ഷം രൂപ പിഴ ചുമത്തി. തിരുനെൽവേലി വന്ദേ ഭാരത് എക്സ്പ്രസിൽ കഴിഞ്ഞ ശനിയാഴ്ച പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിളമ്പിയ സാമ്പാറിലായിരുന്നു ചെറുപ്രാണികളെ കണ്ടെത്തിയത്. മധുരയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു പിന്നാലെയാണ് യാത്രക്കാരിൽ ഒരാൾ പരാതി നൽകിയത്. തുടർന്ന് റെയിൽവേ അധികൃതർ യാത്രക്കാരനോട് ക്ഷമാപണം നടത്തുകയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ടിപ്പർ ലോറി 3 വാഹനങ്ങളിലിടിച്ച് അപകടം. പരിക്കേറ്റവർ ആശുപത്രിയിൽ. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ നിയന്ത്രണം നഷ്ടമായ ടിപ്പർ ലോറി 3 വാഹനങ്ങളിലിടിച്ചു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായ ടിപ്പർ ലോറി സമീപത്തെ കടയിലിടിച്ചാണ് നിന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. കോട്ടയം ഭാഗത്തു നിന്നും എത്തിയ ട്രാവലറും ടിപ്പറുമാണ് ആദ്യം കൂട്ടിയിടിച്ചത്. തുടർന്ന് നിയന്ത്രണം നഷ്ടമായ ടിപ്പർ ലോറി മുന്നിലുണ്ടായിരുന്ന കാറിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻഭാഗം തകർന്നു. ഇതിനുശേഷം ലോറി സമീപത്തെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രാവലറിന് ഉള്ളിലുണ്ടായിരുന്നവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. സീരിയൽ മേഖലയിൽ സെൻസറിംഗ് ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ചില സീരിയലുകളിലൂടെ തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നുണ്ടെന്നും അതിനാൽ സെൻസറിംഗ് ആവശ്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. 2017-18 കാലത്താണ് മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും സതീദേവി പറഞ്ഞു. സീരിയൽ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ടെന്നും സീരിയൽ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കമ്മീഷന്റെ പരിഗണനയിലുണ്ടെന്നും പി സതീദേവി അറിയിച്ചു. പാലക്കാട് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറികളിൽ പരിശോധന നടത്തിയ സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും സതീദേവി പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പരാതിയിലാണ് അന്വേഷണം. മുറിയിലുണ്ടായിരുന്ന വനിതാ നേതാക്കൾ പരാതി നൽകിയിട്ടില്ലെന്നും സതീദേവി പറഞ്ഞു. +1 വിദ്യാർത്ഥികളായ സുഹൃത്തുക്കൾ ട്രെയിൻ തട്ടി മരിച്ചു. മൊബൈലിൽ വീഡിയോ ഗെയിം കളിച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്ന സുഹൃത്തുക്കൾ ട്രെയിൻ ഇടിച്ചു മരിച്ചു. സേലം ആത്തൂരിലാണ് ദാരുണ സംഭവം നടന്നത്. യദാപൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥികളായ ദിനേശ് ആർ അരവിന്ദ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും സേലം പുത്തരികൗണ്ടപാളയം സ്വദേശികളാണ്. ഹെഡ്സെറ്റ് ഉപയോഗിച്ചതിനാൽ ട്രെയിൻ വരുന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല. പെരുന്നാളിനിടെയുണ്ടായ സംഘർഷം. പ്രതികാരം വീട്ടാൻ വീടിന് തീയിട്ടു. തൃശൂർ കുന്നംകുളം അഞ്ഞൂരിൽ വീടിന് തീയിട്ടു. അഞ്ഞൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജിത്തിന്റെ വീടിനാണ് അക്രമി സംഘം തീയിട്ടത്. പെരുന്നാളിനിടെയുണ്ടായ സംഘർഷത്തിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. വീട്ടുകാർ പെരുന്നാളിന് പോയ സമയത്താണ് തീയിട്ടത്. അതിനാൽ വൻ അപകടം ഒഴിവായി. പോലീസ് പ്രതികൾക്കായി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ്.